ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട ഒരു കമൻറ്റാണ് എന്നെ ഇത് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഫണ്ണായിട്ട് തോന്നുമെങ്കിൽ പോലും ഇറ്റ്സ് എ ഫാക്റ്റ്, അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ഇതാണ്. എന്താണ്, അനക്കെന്താ ഇവിടെ പണി? ഇതുണ്ട് കേൾക്കുമ്പോൾ പല്ലടിച്ചുകാണ്ട് പ്ലേറ്റിൽ വെച്ച് ആ പ്ലേറ്റിലെ പല്ല് കൊണ്ടു കൊടുക്കാൻ തോന്നും, കഴിക്കാനും തോന്നും എന്നറിയും. അങ്ങനെ പറഞ്ഞിട്ട് ലൈക്ക് ഞാൻ ആ കമൻറ്റ് എക്സാക്റ്റ് പറയല്ല, ഇതായിരുന്നു ആ കമൻറ്റ്. അപ്പം പൊതുവേ എനിക്ക് തോന്നുന്നു, എല്ലാ ഹസ്ബൻഡും ഭാര്യമാരോട് ചോദിക്കുന്ന ഒരു അല്ലെങ്കിൽ ഭാര്യമാരോട് പറയുന്ന ഒരു ഡയലോഗാണത്. അനക്കെന്താ ഇവിടെ പണി? ഞാനൊരു കാര്യം ഒരുപാട് ഒന്ന് രണ്ട് സ്പീച്ചിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ആ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്നത് ഒരിക്കലും ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു കാര്യങ്ങൾ ഒരു ദിവസം ഒരാണിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ, ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം തന്നെ എടുക്കാറുണ്ട്. രാവിലെ നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ ഇത് ഒരു ബഹുമാനപൂർവമായിട്ട് പറയേണ്ടത് ഒരു വർക്കിംഗ് വുമണെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്ത് വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവരവരുടെ ജോലിക്ക് പോകുന്നു. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, റിട്ടേൺ വന്നിട്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വീട്ടിലെ ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു. പക്ഷെ അതേ സ്ഥാനത്ത് അപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഈ വീട്ടിലെ പണി തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു വർക്കിംഗ് വുമണായിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാനൊരിക്കലും ഉമ്മാൻ്റെ ജോലി അല്ലെങ്കിൽ ഉമ്മ ചെയ്യുന്നത് ഒരു കുറവായിട്ട് കണ്ടിട്ട് പറയല്ല കേട്ടോ. അതൊരു ഫാക്റ്റ് തന്നെയാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും, നിങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വരികയാണ്, ബാക്കിയുള്ള ഒന്നും നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോനിപ്പോൾ ഒരു വയസ്സാണ്. അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടായാലും വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടായാലും കിച്ചണിലെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ ബിസിനസ് സംബന്ധമായിട്ട്, കൂടാതെ കൗൺസിലിങ്, ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാളോട് വന്നിട്ട് എനിക്കിവിടെ എന്താ പണി? ശരിയാണ്, ഇപ്പോൾ ഓൻ്റെ കാര്യം നോക്കുന്നുണ്ട്, അതേമാതിരി പരിയിൽ കുറച്ച് സാധനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അതല്ല പോലും പറയാം. അത് പറയുമ്പം സത്യം പറയാണ്, ആ കമൻറ്റ് എനിക്ക് വായിച്ചപ്പം ചിരി വന്നെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഒരു കാര്യമായിട്ടും അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് അത് അവരവരുടെ കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണത്. പല്ലടിച്ചിട്ട് ആ പ്ലേറ്റ് കൊണ്ടു കൊടുക്കാൻ തോന്നുന്നു പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട്. കാരണം എന്താണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് പ്രോഡക്റ്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുമ്പം ഇതുപോലെ കൗൺസിലിംഗ് സെക്ഷനിൽ വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒന്ന് രണ്ട് സ്ത്രീകൾ പറഞ്ഞതാണ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞു, അപ്പോൾ എനിക്ക് പോകാൻ, കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സായി, എനിക്കിപ്പോൾ പോകാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചോദിച്ചു ബാക്കി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താണ് ജോലിക്ക് പോകാത്തതിൽ, ടീച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ട്. മേ ബി ഞാനിത് പറയുമ്പം അത് അവരെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള അവർക്ക് മനസ്സിലായി കാണും. അപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇവരെ പോലുള്ളവരോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും ഇത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണമാണ് പറയണത്, ജോബ് കളയരുത്. നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട് സൗദിയിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസിയായിട്ട് നിൽക്കുന്ന ഭർത്താക്കന്മാർ മാസം അയച്ചു കൊടുക്കുമ്പം അതുകൊണ്ട് നല്ല ലാവിഷായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു എൻജോയ്മെൻ്റ് അല്ല, അതൊരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ആകുന്ന ഒരു വിഷയമാണത്. നമ്മൾ സ്വയം സമ്പാദിച്ച് നമ്മളൊരു സാധനം വാങ്ങുന്നതും നമ്മൾ സ്വയം സമ്പാദിച്ചു കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലെയല്ല നമുക്ക് ഇങ്ങനെ മാസം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മാസം പോക്കറ്റ് മണി ഇങ്ങനെ തരികയാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നു. പക്ഷെ അതൊരിക്കലും ഒരു അച്ചീവ്മെൻ്റ് അല്ല. അപ്പോൾ പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പൈസ തരുന്നുണ്ട്. ചിലരുടെ കേസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു പാഡ് വാങ്ങിക്കണമെങ്കിൽ പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളവരും ഉണ്ടാകാം, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പം ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് തന്നെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ തോന്നിയിട്ടുണ്ട്,
എന്തിനാണ് ഈ ബിസിനസ്? സി ഐ എം എൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, എനിക്ക് അത് പോരെ, നീ അതാണെങ്കിൽ പോലും വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം, കുട്ടീൻ്റെ കാര്യം നോക്കണം എന്നൊരു ടയേർഡ് ആവുകയാണ്. റിട്ടേൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട് ഭർത്താക്കന്മാരിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയുള്ളൂ, നമ്മൾ കിച്ചണിൽ അപ്പോഴും ഇതിങ്ങനെ കുത്തി കലക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. അപ്പം അതൊന്നും അപ്പോഴും ചോദിക്കും, അനക്കതിനിപ്പോൾ ഇവിടെ എന്താ പണിയുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പും എല്ലാം നമുക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ സ്ത്രീകളുടെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഈ കാര്യങ്ങൾ ഇത്രയും ഇതൊരു ഫണ്ണാണെങ്കിൽ പോലും ഫൈനലായിട്ട് ഞാൻ പറയുന്നത്, ഇത്രയൊക്കെ സ്ട്രഗിൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ത്രീകൾക്ക് ഇത് പറ്റൂ എന്നുള്ളതാണ്. ഞാനൊരിക്കലും ആണുങ്ങൾക്കൊന്നും കഴിയില്ല, എന്താണ് ഇപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള ഫാദർ ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാകും, ഞാൻ ഒരിക്കലും കഴിയില്ല പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. 3, 4, 5 പാർട്ട് ടൈം ജോബുകളും സ്റ്റഡീസ് നടത്തുന്ന ജെൻസ് ഉണ്ടായിരിക്കും, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇഫ് യു ക്യാൻ, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ടാണ് അത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മാഡം, അവരോട് ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യരുത് ഒരിക്കലും. കുട്ടികളായാലും നാളെ നമ്മളുടെ കൂടെ ഉണ്ടായാലും, നമുക്ക് സ്വന്തം കാലിൽ നമ്മൾ നിന്ന് ശീലിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നമ്മളെടുത്ത് 10 രൂപ ഉണ്ടായാലാണ് ഈ പറയുന്ന മക്കൾ പോലും നാളെ നമ്മളെ നോക്കൂ എന്നുള്ളൊരവസ്ഥയാണ്. സത്യമല്ല ഞാൻ പറയുന്നത്. അപ്പം എത്ര സ്ട്രെയിൻ, മതിയായി, ഇനി എനിക്ക് ജോലി വേണ്ട, വീട്ടിൽ അടങ്ങിയിരിക്കാനാണ് പൂതി. ഇത് എനിക്കും തോന്നിയിട്ടുണ്ട് എന്തിനാണ് എന്നുള്ളത്. പക്ഷെ ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ പേഴ്സണൽ ഒരു ഇത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും, എൻ്റെ ഉപ്പ, എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി ഒരുപാട് സ്റ്റേബിൾ ആയിട്ടുള്ളൊരിതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ജോബ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും നല്ലൊരു പാക്കേജ് കിട്ടും. എന്നിട്ടും ഞാൻ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൈസ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വേണ്ടാന്ന് പറയുമോ? ഇതൊക്കെ എന്താണ്, ഞാനൊരു പ്രാക്ടിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. ഫിലോസഫി പറയാൻ എല്ലാവർക്കും പറ്റും. ഫിലോസഫി വെറുതെ ഇപ്പം എന്താണ്, എൻ്റെ ഒരു വീഡിയോയിലൊരു കസ്റ്റമർ കമൻറ്റ് ചെയ്ത പോലെ, അറ്റ് ലാസ്റ്റ് കളർ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോലെ, പൈസ ഉള്ളവനെ വിലയുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അത് സ്ത്രീകൾക്കാണ് എപ്പോഴും ഒരു വരുമാനം വേണ്ടത് എന്നുള്ളതും ഒരു സ്ത്രീ പേഴ്സണലി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ തമ്പനയിൽ ഇട്ട ഈ ഒരു ഡയലോഗ് എന്താണ്, ഒരു വർക്കിംഗ് വുമൺ ആയാലും, അല്ലെങ്കിൽ വർക്കിംഗ് വുമണിന് തോന്നും എന്തിനാണ് ജോലി, അല്ലെങ്കിൽ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് തോന്നും ഞാനിപ്പോൾ എന്തിനാണ് ജോലിക്ക് പോകണതിന്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എല്ലാവർക്കും എന്തെങ്കിലും, ഇനിയിപ്പോൾ പറയും ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ജോലി, എല്ലാവർക്കും എന്തെങ്കിലും കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ടാവും. ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട്, ആ ഒരു കഴിവിലോട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിത് ഒരുപാട് നീട്ടി വലിച്ചു പറയുന്നില്ല. ഇങ്ങനൊരു ഡയലോഗ് കേൾക്കുന്നവരാണോ എങ്കിൽ ഇത് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോ. ഇതാണ്ട് കേൾക്കുമ്പോഴാണ് പല്ലടിച്ച് പ്ലേറ്റിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ തോന്നുന്നതെന്ന് പറഞ്ഞ പോലെ, ഒന്നുകിൽ നോ മൈൻഡായിട്ട് എടുക്കുക, അല്ലെങ്കിൽ പറയട്ടെ, ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന പോലെ ഈ പറയുന്ന ആളുകളോട് ചെയ്തു നോക്കാനൊന്ന് പറഞ്ഞു നോക്കൂ. ചിലപ്പോൾ നമ്മളുടെ കല്യാണം കഴിഞ്ഞ വീട്ടിലുള്ളവർ, ഇപ്പം എൻ്റെ മദറിലോ കാര്യത്തിലായാലും പറയും നീ ആയിട്ടാണ് എന്ന് പറയും. ചിലരത് മനസ്സിലാക്കും, അവളായിട്ടാണ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ചെയ്യൂല. ചിലർ അത് സമ്മതിക്കും, യെസ് അതുകൊണ്ടാണെന്ന്. ചിലർ പറയും പണ്ടൊക്കെ കുറച്ച് പ്രായമുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ പറയും പണ്ടൊക്കെ ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചെയ്യുന്നൊരു പ്രശ്നമല്ലാതെയാക്കുന്നത്. ഇപ്പോൾ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങൾ പോലും പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ വളർത്തല്ലായിരുന്നു. കാരണം അത്രയും മക്കളുണ്ടായിരുന്നു, ജീവിത സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ. ഇന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ വളർത്തുകയാണ്. കാരണം 1, 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളുള്ളത് നമ്മൾ വളർത്തിക്കൊണ്ടുവരാണ്, അവർ വളർന്നു വരികയല്ല. അങ്ങനൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി കാണും. സോ ഒരിക്കലും ഒരു ഏർണിങ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡോണ്ട് സ്റ്റോപ്പ്. അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. അവിടുന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. കാരണം ചിലപ്പോൾ നിങ്ങൾ 1, 2 വർഷം നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തേക്കാം. പിന്നീട് അങ്ങോട്ട് നിങ്ങളെ പിന്നാലെ നിൽക്കാനാണ് ആളുകൾ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ഇപ്പം തന്നെ വലിച്ചു നീട്ടി 9 മിനിറ്റായി. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. മണി ഈസ് എ മാറ്റർ, മണി മാറ്റർ തന്നെയാണ്, മണി ഒരു വിഷയം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എപ്പോഴും ആരോഗ്യമുള്ള മനസ്സുള്ളവിടത്തെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകൂ, ആയുസ് വർദ്ധിക്കൂ. സോ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.